വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവല്ലോ. അവയ്ക്ക് പ്രിയപ്പെട്ട ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. 5-6 പീസ് ബ്രെഡ് നമുക്ക് ഇതുപോലെ ആദ്യം പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാലാണ് ഞാൻ എടുത്തത്. പാല് വെച്ച് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതലൊന്നും ആവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നന്നായി കുഴച്ചതിന് ശേഷം ഓരോന്നും ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി കേട്ടോ. എല്ലാം ബോൾസാക്കി എടുത്തതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണേ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നല്ലോണം ആയി കിട്ടുന്നുണ്ട്. നമ്മൾ ഫ്ലെയിമൊന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ വരണം കേട്ടോ. ഇനി നമുക്ക് ആയതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാലോ. ഇനി ഒരു പാത്രം വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3-4 ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം നമ്മുടെ വെള്ളം ഒന്ന് കുറച്ച് കട്ടിയായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ഏകദേശം ആയി കിട്ടിയിട്ടുണ്ടേ. റെഡിയാക്കി വെച്ച ബ്രെഡ് ബോൾസൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചൂടോട് കൂടി തന്നെ നമ്മൾ പഞ്ചസാര വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച് തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ, എന്നാൽ നമുക്ക് നല്ലോണം കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്നും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനുള്ളതാണ്. കുറച്ച് സമയം കഴിഞ്ഞാൽ ഒന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ഗുലാബ് ജാം റെഡിയായി. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.